പിന്നെ പോകും എല്ലാവർക്കും. ഈ ഒരു വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. പണവും സ്ഥാനവും ജാതിയും മതവും വർഗവും വർഗബോധവും എല്ലാം വന്നു ചേരുന്നത് പിന്നീടാണ്. സോ ജനിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ നീ ഞാനും എല്ലാം മനുഷ്യനാണെന്നുള്ള ആ ഒരു ക്വാളിറ്റി ഡയലോഗ് ഉണ്ടല്ലോ, അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. അതായിരുന്നു TVK എന്ന പാർട്ടിയുടെ സ്ലോഗൻ. സോ കരിയറിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ധൈര്യത്തോടുകൂടി മുന്നോട്ട് വന്ന സമയത്ത് തന്നെ അദ്ദേഹം സിനിമയിൽ നിന്ന് പിന്മാറിയിട്ട് ജനങ്ങളെ സേവിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു തീരുമാനം എടുക്കുന്നു. ഫെബ്രുവരി 2, 2024 TVK എന്ന പാർട്ടി സ്ഥാപിക്കുന്നു. ഇവിടെ ആയിരുന്നു വിജയ് എന്ന നടൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്സ് സംഭവിച്ചത്. സോ തൻ്റെ മുൻ സിനിമകളിലൊക്കെ പലപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പല തരത്തിലും കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ സിനിമയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു എന്നതുകൊണ്ട് തന്നെ മെർസൽ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അവസാനത്തെ 5 മിനിറ്റ് 10 മിനിറ്റ് കട്ട് ചെയ്ത് കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള രോഷാകുലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് വേട്ടയാടുന്ന പരിപാടികളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിലൊന്നും തളരാതെ അദ്ദേഹം പറഞ്ഞൊരൊറ്റ ഡയലോഗ് ഉണ്ട്, அந்த பிராண்டை அழுக்கிறதுக்காக உருவாகியவன் தான் நான், அந்த பிராண்டை അഴുக்கிறதுக்கு ഞാൻ താണ്ടാ സ്പെഷ്യലിസ്റ്റ്. ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ വിജയ് എന്ന നടൻ ഇന്ന് തമിഴ്നാട്ടിൽ അടിച്ചു കയറിയതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്നല്ല ഉത്തരമായിരുന്നു. ആ പറഞ്ഞ ഡയലോഗ് സിനിമയിലാണെങ്കിലും റിയൽ ലൈഫിൽ അത് പ്രവർത്തിച്ച് കാണിച്ചു. വെറും 2 വർഷം മാത്രം പ്രായമുള്ളൊരു പാർട്ടി വമ്പൻ സിംഹങ്ങൾ മേഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ജാതി രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും കൊണ്ട് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കളത്തിലേക്ക് ഒരു ആട്ടുംകുട്ടി വന്നിട്ട് ഒരു കൊടിയും പിടിച്ചുകൊണ്ട് നിന്നിട്ട് പറയുകയാണ്, അടുത്ത വട്ടം ഞാൻ CM ആവുമെന്ന്. ഈ പറച്ചിലേക്ക് കേട്ടപ്പോൾ എല്ലാവരും കളിയാക്കി, ഇവനൊക്കെ എന്ത് കാണിക്കാനാ, വല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസം ഉണ്ടോ, രാഷ്ട്രീയത്തെക്കുറിച്ച് ഇവനെ എന്തറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല താറ്റായിരുന്നു. പക്ഷേ വേറെ കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനല്ല, കുറേ കൂടെ കാശ് കൈയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങോട്ട് വന്നത്. ഒരൊറ്റ പടത്തിൽ അഭിനയിച്ചാൽ തന്നെ പുള്ളിക്ക് ഏകദേശം 40 കോടിക്ക് അടുപ്പിച്ച് കിട്ടുമെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ കാശ് കണ്ട് മടുത്തവനാണ് ഈ മനുഷ്യനെങ്കിൽ ഇയാൾക്ക് ഇനി രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഇനി എന്തോ വാരിയിട്ട് മറിക്കാനാണെന്നുള്ളത് ഓർക്കണം. ഇപ്പോഴും പുള്ളി ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 40 കോടി എന്നുള്ളത് എനിക്ക് 100 കോടി എന്ന് വേണമെന്ന് പറഞ്ഞാലും കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം അയാളൊരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു വമ്പം ബ്രാൻഡാണ്. വേറെ ആർക്കും കൂടെ നിൽക്കാൻ കഴിയാത്ത തരത്തിൽ വളരുന്നൊരു ബ്രാൻഡ്. അയാളുടെ ഒരു ഫ്ലെക്സ് ബോർഡ് പൊങ്ങിയാൽ മതി, തീർത്തും അവിടെ ജനക്കൂട്ടം ഉണ്ടായിരിക്കും. അതാണ് വിജയ് എന്ന നടൻ്റെ ഒരു ക്വാളിറ്റി. ഇത്രയും കാലമായിട്ട് അയാൾ ഉണ്ടാക്കി വെച്ചത് ഫോളോവേഴ്സിനെ അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പാട്രിയോട്ടിലെ ഡയലോഗ് കടമെടുത്തുകൊണ്ട് പറയേണ്ടി വരും. കാരണം അയാൾ ഉണ്ടാക്കി വെച്ചത് ട്രസ്റ്റാണ്. ആ ട്രസ്റ്റാണ് ഇന്ന് ഇലക്ഷൻ റിസൾട്ടുകളിലൂടെ നമ്മൾ കണ്ടു ഞെട്ടിയ കാര്യങ്ങൾ. വമ്പൻ സിംഹങ്ങൾക്കിടയിൽ വന്നു നിന്നിട്ട് കൊടിയാട്ടിയ ആ കൊച്ചാട്ടുംകുട്ടി ഇന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കക്ഷിയായിട്ട് മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അദ്ദേഹം എതിർത്ത് സംസാരിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ, അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്ന് 3ാം സ്ഥാനത്തേക്ക് വരെ ചവിട്ടി തൂങ്ങിയ ഒരു അവസ്ഥയിലേക്ക് പോയി. ഇതൊക്കെയാണ് മക്കളെ വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പണം കണ്ട് അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആർത്തി കൊണ്ടാണ് വിജയ് ഒരിക്കലും പൊളിറ്റിക്സിലേക്ക് വന്നതെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അയാൾക്ക് പണം ആവശ്യത്തിലധികമുണ്ട്. അയാൾ പറയുന്നത് എനിക്കിന്നും ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണം എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. കാരണം ആ മനുഷ്യന് വിഷൻ ഉണ്ട്. ആ വിഷൻ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ നാടിന് തന്നെയാണ് ആ വളർച്ച ഉണ്ടാകുന്നത്. പലപ്പോഴും നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് നോക്കി നോക്ക്, കൈയിട്ട് വാരാന്നതിന് പകരം അവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് എല്ലാം കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ വീണ്ടും കൂടി വരികയുള്ളൂ. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു പൗരൻ യഥാർത്ഥ മനുഷ്യനായിട്ട് മാറുന്നത്. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊടിയുടെ കീഴിൽ പോയി നിൽക്കണമെങ്കിൽ പോയി നിന്നോളൂ, കുഴപ്പമില്ല. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അടിവരയിട്ട് പറയാൻ കൃത്യമായി കുറേ കാര്യങ്ങൾ ഉണ്ടാവണം. അലിഗേഷൻസ് പലതും ഉണ്ടാവും, പക്ഷേ അതിനെ തൂത്തെറിയാനുള്ള കെൽപ്പ് ഉണ്ടാവണം. അതിനാണ് പിണറായി വിജയൻ്റെ ഒരു ഡയലോഗ് ഞാനിപ്പോൾ പറയുന്നത്, മടിയിൽ കനമുള്ളവനല്ലേ ഭയക്കേണ്ടതായിട്ടുള്ളൂ. ആ മടിയിൽ കനം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയക്കാരനും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ നമ്മളെ കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് കയറുമ്പോൾ കുറേ കാഴ്ചപ്പാടുകളൊക്കെ പറയും. കയറി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് ഓഫറുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്നാൽ പിന്നെ ജനങ്ങളെ അങ്ങ് മാറാൻ കാലിയോടാ എന്ന് പറയുന്നൊരു സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ പണം കണ്ടും മടുത്ത വിഷനുള്ള, വിവരമുള്ള, ജനങ്ങളോട് സ്നേഹമുള്ള, ജനങ്ങൾക്ക് വേണ്ടിയും നാടിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുന്ന, പ്രാവർത്തികമാക്കുന്ന ആൾക്കാരെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ മാറൂ. അല്ലാതെ നമ്മളെ ജാതിയാണ്, നമ്മളെ മതമാണ്, നമ്മളെ മതം കൊണ്ടേ നമുക്ക് ഈ ലോകം നേടാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന EVM മെഷീനുകൾ അടിച്ചു മാറ്റി വോട്ട് മാറ്റി സെറ്റ് ചെയ്യുന്ന
ട്രെയിനുകളിൽ ആളുകളെ കയറ്റിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാൻ ഓരോ വീടുകൾക്കും ഓരോ പേഴ്സണും ഇത്ര രൂപ വെച്ച് കൊടുക്കുന്ന ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ കാലഘട്ടത്തിൽ തീർത്തും ഇതുപോലുള്ള ചില ആൾക്കാർ വരേണ്ട ആവശ്യമുണ്ട്. ജനങ്ങളുടെ സമ്മതിദാനത്തിന് വെറും 500-നും 2000-നും 5000-നും ഒക്കെ വിലയിട്ട് നീയൊക്കെ എൻ്റെ വെറും പണത്തിന് വേണ്ടി നിൽക്കുന്ന ചെറ്റകളാണ് എന്ന് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു തോന്നലുണ്ടല്ലോ, അവിടെയാണ് പൊതുജനം വെറും വിഡ്ഢികളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 500-1000 കിട്ടുമ്പോൾ അവൻ കൈനീട്ടി മേടിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അത്രയും വലുതാണ്. അവനത് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക്, അവനത് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലേക്ക് അവൻ താഴ്ന്നു പോയിരിക്കുന്നു. ഇതുകൊണ്ടാണ് നിങ്ങളൊക്കെ കൊടുക്കുന്ന 500-1000 ഒക്കെ മേടിച്ചിട്ട് പല ആൾക്കാരും വോട്ട് ചെയ്യുന്നത്. പിന്നെ കുറേ ആൾക്കാരുണ്ട് ജാതിയും മതവും പറഞ്ഞ് രണ്ട് സൈഡിലേക്ക് തല തിരിച്ച് നിർത്തുക. ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഉപയോഗമാണ്. കാരണം മെജോറിറ്റിയുടെ വോട്ട് എന്തായാലും ആ ഭാഗത്തിന് കിട്ടിയിരിക്കും. ആ കിട്ടുന്ന വോട്ട് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പുതിയ പുതിയ നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്തരത്തിലും പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ കോൺസെപ്റ്റുകൾ അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് വർക്കൗട്ട് ആക്കാൻ പറ്റുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതിനെയൊക്കെ നേരിട്ട് വന്ന വിജയ് എന്ന് പറയുന്ന ഈ ഒരു നടൻ്റെ കാര്യത്തിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. അയാൾ എന്തെങ്കിലുമൊക്കെ ആ നാടിന് വേണ്ടി ചെയ്യും. കാശിന് വേണ്ടിയിട്ട് അയാൾ എന്തായാലും ഇങ്ങനെ കൈയിട്ട് വാരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നുള്ള കാര്യം, കുടുംബത്തെ ആക്രമിക്കുന്നു, ഭാര്യയെക്കുറിച്ച് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, അതൊക്കെ അയാളുടെ പേഴ്സണൽ ലൈഫ്, അയാളുടെ ചൂസിങ് ആണ്. പക്ഷേ അയാളുടെ വിഷൻ, അയാളുടെ പ്രവർത്തികൾ അതെന്താണെന്നുള്ളത് നോക്കുക, അതിനെ വാല്യൂ ചെയ്യുക, അയാൾ ചെയ്യുന്ന ആ പ്ലസ്സുകളെ എടുത്ത് മുന്നോട്ട് വെക്കുക. പലപ്പോഴും നമ്മൾ എപ്പോഴും കാണുന്നതാണ്, അതിപ്പോൾ കേരള രാഷ്ട്രീയമാണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയമാണെങ്കിലും ഏത് രാഷ്ട്രീയം എടുത്ത് നോക്കിയാലെങ്കിലും ഇലക്ഷൻ അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് പെണ്ണുകേസുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവരിക, അത് കുത്തിക്കൊണ്ടുവരിക, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുറേ പരിപാടികൾ വെച്ചിട്ട് ആൾക്കാരെ ഞങ്ങൾ ടോട്ടലി ഇല്ലാതാക്കുക. സോ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വെക്കുമ്പോൾ എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ്. ഈ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നൊരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലുള്ള ഒറ്റ ഒരുത്തനും കാണൂല. അതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അതും കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വിജയ് എന്ന് പറയുന്നൊരു നടൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ, നടൻ എന്നുള്ള നിലയിൽ നിന്ന് അദ്ദേഹം ഒരു പ്യുവർ രാഷ്ട്രീയക്കാരനായിട്ട് മാറുന്ന സാഹചര്യത്തിൽ അയാൾ തൂക്കിയടിച്ച് അടി ചെറുതൊന്നുമല്ല. അടി കൊടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും നെറ്റിക്ക് തന്നെ ഒടുക്കത്താണി അടിച്ചിട്ട് മുമ്പോട്ട് വരുന്ന പരുവത്തിലാണ് പുള്ളി ഇപ്പോൾ ഈ രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരൂർ വിഷയത്തിൽ തകർക്കാൻ നോക്കി. നമുക്കറിയാം അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ്. സോഷ്യൽ മീഡിയകളും വാർത്തകളും ഒക്കെ കൃത്യമായി ശ്രദ്ധിച്ച ആൾക്കാർക്ക് കാര്യങ്ങളും നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. അവിടെ വന്ന് കാണിച്ച ചീഞ്ഞ അഭിനയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനൊക്കെ ജനങ്ങൾ മറുപടി കൊടുക്കണം. കാരണം നമുക്ക് മറുപടി പറയാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ കിട്ടുന്ന 1000-നും 2000-നും വേണ്ടിയിട്ട് ഇങ്ങനെ കൈ നീട്ടി ഇരന്ന് നിന്ന് ഇവൻ്റെയൊക്കെ മുമ്പിലെ വാലാട്ടിപ്പട്ടികളാവുന്ന കാലത്തോളം കാലം അവരൊക്കെ നമ്മൾ അങ്ങനെ കാണുള്ളൂ. നിനക്കും എനിക്കുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ വന്ന് നിൽക്കുന്ന ഒരാൾ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയുടെ കരിയറിൽ പലപ്പോഴും നോക്കിയാൽ മതി, പല പ്രശ്നങ്ങളുടെ സാഹചര്യത്തിലും അയാൾ അതിനെ വലിയൊരു സംഭവമായിട്ട് ആരുടെ മുമ്പിൽ കാണിക്കാതെ എന്നാൽ അത്യാവശ്യം ആൾക്കാരെ മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു മനുഷ്യനാണ്. പലപ്പോഴും അയാൾ പലരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അയാൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. എത്രയൊക്കെ വേട്ടയാടിയിട്ടും ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്നൊരു പിഴവ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ഇപ്പോഴും ധൈര്യമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റുന്നത്. സോ തിയേറ്ററിൽ കിട്ടുന്ന കയ്യടി മാത്രമായിരുന്നില്ല വിജയ്ക്ക് കിട്ടിയത്, പകരം അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കൂടിയായിരുന്നു കൊടുത്തതെന്നുള്ളത് ഇന്ന് നമുക്ക് ഈ ഇലക്ഷൻ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ, ഈ പറയുന്ന എത്ര അവന്മാർക്കുണ്ട് രാഷ്ട്രീയ വിദ്യാഭ്യാസം? കയറി ഇരുന്ന് കാണിച്ചതും കണ്ടവന്മാർ പറഞ്ഞു കൊടുത്തതും ചെയ്ത് തന്നെയല്ലേ ഇവരൊക്കെ പഠിച്ചത്. അയാളും പഠിക്കട്ടെ, കുഴപ്പമില്ല, അയാൾക്കൊരു ചാൻസ് കിട്ടുന്നുണ്ടല്ലോ. ആ ചാൻസ് കൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അയാൾ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നാടിന് പ്രകടമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അയാളുടെ വിജയം എന്ന് പറയുന്നത്. സോ ആ വിജയത്തിലേക്ക് എത്താൻ വിജയ്ക്ക് സാധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അയാളുടെ വാക്കുകളിൽ അത് വ്യക്തമാണ്. അത് ഇനി അയാളുടെ പ്രവൃത്തിയിലും കൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ അയാളെ നമുക്ക് ഉറപ്പായിട്ടും വിളിക്കാം ജനനായകൻ. തീർച്ചയായിട്ടും ആ ഒരു പേര് അയാൾക്ക് പൂർണ്ണമായിട്ടും യോജിക്കും. ഈ സിനിമ പോലും തടഞ്ഞു വെച്ചുകൊണ്ട് എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കയറി നിന്ന് വീം പഠിക്കുമ്പോൾ ഓർക്കണമായിരുന്നു, ജനങ്ങൾ ഓരോന്നും കാണുന്നുണ്ട്, കൃത്യമായിട്ട് മറുപടി കൊടുക്കാനും അവർ തയ്യാറാണെന്ന്. അതിപ്പോൾ ഏത് സ്ഥലത്തെ റിസൾട്ടുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, മറ്റേ EVM മെഷീൻ അടിച്ചു മാറ്റിയുള്ള പരിപാടിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ലേ, അതിനകത്ത് ഞാൻ കൂടുതൽ പറയുന്നില്ലേ. അപ്പോൾ തീർത്തും വിജയുടെ മുന്നേറ്റം പല ആൾക്കാരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ ആ നെഞ്ചിടിപ്പ് കുറച്ചുകൂടെ കൂടട്ടെ, ആ നാട്ടിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇത് കണ്ട് പല ആൾക്കാരും തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങട്ടെ. പണമല്ല, പകരം നമ്മുടെ നാടാണ് വലുതാവേണ്ടത്, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ് വലുതാവേണ്ടത്. ആവശ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് യഥാർത്ഥ രാഷ്ട്രീയം, യഥാർത്ഥ മനുഷ്യൻ ഒക്കെ ഉണ്ടാകുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. സോ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുവരികയാണ്. അല്ലാതെ
ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് പെട്രോളിനും ഡീസലിനും വില കുറച്ചിട്ട് ഗ്യാസിനും വില കുറച്ച് ഡയലോഗ് പറഞ്ഞ് കണ്ണീരും കാണിച്ച് സ്ത്രീകളോടുള്ള സ്നേഹവും കാണിച്ചുകൊണ്ട് എന്നാൽ അവരെ തന്നെ ഇല്ലാതാക്കുന്ന കുറേ അവന്മാരുടെ കൂടെ തുളത്ത് കൈയിട്ട് ഫോട്ടോ എടുത്ത് അവരെക്കുറിച്ച് 10 വാക്ക് പൊക്കി അടിച്ച് പ്രൊപ്പകണ്ട സിനിമകൾ ഇറക്കിയിട്ട് 4 ആളുടെ മുമ്പിൽ വന്ന് ഞെളിഞ്ഞു നിന്നിട്ട് ഞാൻ അഴിമതി കാണിച്ചിട്ടില്ല, മറ്റാരെയും കൊണ്ട് അഴിമതി കാണിക്കാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ ലേശം ഉളുപ്പ് വേണം. പകരം നേരെ മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ ചെയ്യും, അതൊക്കെ ചെയ്യണം എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി പണമല്ല, അഴിമതി കാണിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, പണം എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികമുണ്ട്, എന്നേക്കാൾ കൂടിയ ആവശ്യത്തിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മറിച്ച് എൻ്റെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാറി മാറി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ആ പൊളിറ്റിക്സിനെ മാറ്റി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം എന്നുള്ളൊരു ഉറപ്പോടു കൂടി ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ നോക്കേണ്ടത്. സോ ആ കാര്യത്തിൽ വിജയ് ഇന്ന് വിജയിച്ചത് വേറൊന്നും കൊണ്ടല്ല, ഇത്തരം കാര്യങ്ങൾ അയാൾക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കാനുള്ള ഗട്ട്സ് ഉണ്ടായിരുന്നു, അയാൾ അത് ചെയ്തിട്ടുമുണ്ട്. സോ ഇനി കണ്ടറിയാം. എന്താണെങ്കിലും കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കൂടെ കൂടിക്കോ. നമുക്കിതുപോലുള്ള നല്ല നല്ല ടോപ്പിക്സ് സംസാരിക്കാം. പൊളിറ്റിക്സ് പറയുമ്പോൾ അതിന് വ്യക്തമായ കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ പറയുന്നതാണ്, അല്ലാതെ ആരോടെയും വിരോധം വെച്ചിട്ടോ പിന്നെ വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ആശയപരമായിട്ടുള്ള വിരോധങ്ങൾ നമുക്കുണ്ടാവാം, അത് തീർത്തും സംസാരിച്ച് പരിഹരിക്കുമ്പോഴാണ് രാഷ്ട്രീയം എന്ന ചർച്ച ഉണ്ടാകുന്നത്. അല്ലാതെ തനിക്കെതിരെ സംസാരിക്കുന്നവൻ തൻ്റെ ശത്രുവാണ്, അവനെ ഇല്ലാതാക്കുക എന്നുള്ള കാഴ്ചപ്പാടുള്ളവൻ ഒരു രാഷ്ട്രീയക്കാരനുമല്ല, ഒരു രാഷ്ട്രീയവാദിയുമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യവുമില്ല. മാന്യമായ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന വാർത്തകൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. ചോദ്യങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ വേണം. അല്ലാതെ വായ് മൂടിക്കെട്ടി ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ വെറും അടിമകളായി ജീവിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചോളുന്നു. അപ്പോൾ കൂടെ കൂടിക്കോ, നമുക്ക് നല്ല നല്ല ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാം. ദിസ് ഇസ് SDK റിയാക്ട്സ് മലയാളം. അപ്പോൾ എന്തായാലും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോസ് വീണ്ടും കാണാം.